നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾക്ക് ഇടം കൊടുത്തെന്നിരിക്കട്ടെ, ഒരു ഒരു കാര്യം പറഞ്ഞു വരികയാണ് കേട്ടോ. ഒരു ദിവസം ആ സ്ഥലം തൻ്റേതാണെന്ന് വാദിച്ച് അയാൾ നമ്മളോട് വഴക്കിടുകയാണെങ്കിലോ? ഒട്ടകത്തിന് ടെൻറ്റ് കൊടുക്കുക എന്ന പഴയൊരു ചൊല്ലുണ്ട്. ഇത്തരം അതിക്രമങ്ങൾക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്, ഇസ്രയേൽഡ്. അർബൻ ഡിക്ഷണറി അടക്കമുള്ള പ്രമുഖ ഓൺലൈൻ ഡിക്ഷണറികളിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടുത്തിയതാണ് ഈ പുതിയ വാക്ക്. സംശയിക്കേണ്ട, അറബ് ലോകത്ത് ഇടം ചോദിച്ചെത്തി ഒടുവിൽ അവിടെ നിന്ന് പലസ്തീനികളെ ഇറക്കിവിടാൻ നോക്കുന്ന ഇസ്രയേൽ അധിനിവേശം തന്നെയാണ് ഈ വാക്കിന്റെ ഉറവിടം. ഹിമയുണ്ടൊപ്പം. ഹിമ, വളരെ കൗതുകകരമായ ഒരുപാട് വാക്കുകൾ പലപ്പോഴായി നമ്മുടെ ഡിക്ഷണറിയിലും നമ്മുടെ പ്രയോഗങ്ങളിലും കടന്നുകൂടാറുണ്ട്. പക്ഷേ ഇത് കൗതുകകരമായി തോന്നുന്നു, ഇസ്രയേൽ. തീർച്ചയായും ആ വാക്ക് വളരെ കൗതുകമുള്ളതാണ്. പക്ഷെ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിന്. അപ്പോൾ ഈ ഫലസ്തീൻ്റെ മേലുള്ള ഇസ്രയേലിൻ്റെ കടന്നുകയറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഇസ്രയേൽഡ് എന്ന വാക്ക്. ഈ എത്രത്തോളം കാലമായി ഈ ഫലസ്തീൻ ജനത ഇസ്രയേലിൻ്റെ ഒരു ആക്രമണത്തെ അതിജീവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴും ആ യുദ്ധത്തിനൊരു അയവില്ല. ന്യൂ ഇയർ അടുക്കാറായി, എപ്പോഴും ആ യുദ്ധത്തിന് അയവില്ല. അത് വീണ്ടും ഫലസ്തീൻ ജനതയ്ക്ക് മേലുള്ള ആ ഒരു കടന്നുകയറ്റം, ആക്രമണമൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു കടന്നുകയറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഇസ്രയേൽഡ് എന്ന വാക്ക് ഉറവിടമെടുത്തത്. വാക്കിൻ്റെ ഉറവിടം അതാണ്. അപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച്, ആ വാക്കിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മോത്തി ചേച്ചി വാർത്ത വായിക്കാൻ കയറുന്നു, എനിക്ക് ഈ ഫോണൊന്ന് സൂക്ഷിക്കുമെന്ന് ചോദിച്ച് എൻ്റെ കയ്യിൽ തരുന്നു. ഞാൻ ആ ഫോൺ കയ്യിൽ വെച്ച് എനിക്കത് വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങി ആ ഫോൺ തിരിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇത് തരാൻ പറ്റില്ല, ഇതിന് മുതൽ എൻ്റെയാണ് എന്ന് ഉയർത്തി ഞാനൊരു ഇരവാദം ഉയർത്തുന്നതിനെയാണ് ഈ ഇസ്രയേൽഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ ഇസ്രയേൽഡ് ആവുകയാണ്. അപ്പോൾ ഇനി മുതൽ ഈ ഇസ്രയേൽഡ് ഇല്ലാതാവട്ടെ, ഇസ്രയേൽ ജനത ഈ ഫലസ്തീനുകൾക്ക് മേലെ നടത്തുന്ന ഈ ഒരു കടന്നുകയറ്റം ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.